ജീവൻ നൽകും വചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹൃദയത്തിന്റെ കവാടത്തിങ്കൽ മുട്ടി വിളിക്കുന്ന യേശു. 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവപുത്രനായ യേശു മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മുട്ടി വിളിക്കുന്നത്. ഒന്നാമതായിട്ട് വെളിപാട് പുസ്തകം 3:20, ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിങ്കൽ മുട്ടി വിളിക്കുന്നു, നീ എനിക്ക് വേണ്ടി വാതിൽ തുറന്ന് തന്നാൽ ഞാൻ നിന്റെ ഉള്ളിൽ വരും, നിന്നോടൊപ്പം ഞാൻ ഭക്ഷണം കഴിക്കും. ഈ വചനഭാഗത്തു നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ മനുഷ്യൻ യേശുവിനെ ഹൃദയത്തിന്റെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ഹൃദയത്തിൽ യേശുവിന് സ്ഥാനം കൊടുത്തിട്ടില്ലാത്ത, ഹൃദയത്തിലേക്ക് യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലാത്ത, പാപ ജീവിതത്തിൽ തുടരുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ യേശു സ്നേഹത്തോടെ മുട്ടി വിളിക്കുകയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യം ഇതാണ്. ഈ പാപി യേശുവിന്റെ പുറകെ പോകുകയല്ല, യേശു ഈ പാപിയുടെ പുറകെ വന്നിട്ട് അവനെ തേടി നടന്ന് അവന്റെ ഹൃദയത്തിന്റെ കവാടത്തിങ്കൽ മുട്ടി വിളിച്ചിട്ട് പറയുന്നു, മകനെ മകളെ, നീ വാതിൽ തുറന്നു തന്നാൽ നിന്റെ പാപാവസ്ഥകൾ, നിന്റെ പഴയകാല ജീവിതം പരിഗണിക്കാതെ ഞാൻ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ തിരുവചനം പറയുന്നു, എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഉറവ എന്ന് പറയുന്നത് മനുഷ്യൻ കുഴിച്ചെടുക്കുന്ന ഒന്നല്ല. ഉറവ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. നമ്മൾ അതിനെ കണ്ടെത്തുക മാത്രം ചെയ്യുന്നു. കിണറുകൾ എന്ന് പറയുന്നത് മനുഷ്യൻ കുഴിക്കുന്നതാണ്. ഇവിടെ ദൈവം പറയുകയാണ്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു. ജീവജലത്തിന്റെ ഉറവ ഇവിടെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും ആ ഉറവയുടെ പുറകെ പോയി അതിൽ നിന്ന് പാനം ചെയ്യാതെ, അതിൽ നിന്ന് കുടിക്കാതെ, അതിനെ അനുഭവിക്കാതെ പൊട്ടക്കിണറുകൾ, ജലം തരാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു. അതുകൊണ്ട് അവർക്ക് ജലം കിട്ടിയില്ല. അവരുടെ ജീവിതം ഉണങ്ങി വരണ്ട് തകർന്ന് തരിപ്പണമായി. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നു, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. മക്കളെ തിരിച്ചു വരുവിൻ, ഹൃദയത്തിന്റെ കവാടങ്ങളെ തുറന്നിടുവിൻ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. വീണ്ടും ജെറമിയയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 32-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുന്നു, യുവതി തന്റെ ആഭരണങ്ങളും മണവാട്ടി തന്റെ വസ്ത്രങ്ങളും മറക്കാറുണ്ടോ? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എന്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് കാണുക, സൃഷ്ടാവായ ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ ഹൃദയത്തിന്റെ കവാടത്തിങ്കൽ യേശു മുട്ടി വിളിക്കുകയാണ്. സൃഷ്ടാവായ ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ യേശു മുട്ടി വിളിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ കാൻസസ് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബാങ്കിൽ വലിയ ഒരു കൊള്ള നടന്നു. പോലീസുകാർക്ക് കുറ്റവാളിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ലക്ഷക്കണക്കിന് ഡോളറുകൾ അപഹരിക്കപ്പെട്ടു. 2-3 പേർ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്ന് മാത്രം പോലീസിന് മനസ്സിലായി. പോലീസുകാർക്ക് ആളെ കണ്ടെത്താൻ സാധിച്ചില്ല. ബാങ്കിൽ നിന്നും ലക്ഷക്കണക്കിന് ഡോളർ നഷ്ടപ്പെട്ടു. ഈ സംഭവം നടന്ന് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ ഉണ്ടായ ഒരു വലിയ കാർ അപകടത്തിൽ 2 കുറ്റവാളികളായ ചെറുപ്പക്കാർ, 2 കള്ളന്മാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന, കൊള്ളക്കാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു. അവർ മരിച്ചു. പോലീസുകാർ വിധി എഴുതി, കാൻസസ് സിറ്റിയിലെ ബാങ്കിൽ കൊള്ളയടിച്ചത് ഈ കൊള്ളക്കാരായിരിക്കണം. അവർ 2 പേരും ഇതാ കാർ ആക്സിഡന്റിൽ മരിച്ചു. പോലീസ് ആ കേസ് എഴുതി തള്ളി അതിന്റെ ഫയൽ ക്ലോസ് ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ മുന്നിൽ നിന്ന കുറ്റവാളിയുടെ പേര് ജോൺസൺ എന്നായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവമാണ്. അദ്ദേഹത്തെ ആർക്കും പിടിക്കാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹത്തെ ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാലം മുന്നോട്ട് പോയി. അദ്ദേഹം എവിടെയോ വെച്ച് ഒരു ക്രിസ്തീയ പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ആ പെൺകുട്ടിയുമായിട്ടുള്ള സ്നേഹബന്ധം ആഴത്തിലായി. അവർ വിവാഹിതരാകാൻ തീരുമാനിച്ചു. എന്നാൽ ഈ ചെറുപ്പക്കാരൻ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി അവളിൽ നിന്നും എല്ലാ സത്യങ്ങളും മറച്ചു പിടിച്ചു. അവർ വിവാഹിതരായി. എങ്കിലും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവൾക്ക് മനസ്സിലായി, തന്റെ ഭർത്താവ് ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല. അവൾ പരാതി പറയാതെ തന്റെ ഭർത്താവിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, 2.5 വർഷം കടന്നുപോയി. ഒരു ദിവസം അമേരിക്കയിലെ ഏതോ ഒരു സമ്പന്നൻ
അനേക ഭവനങ്ങളിലേക്ക് സ്വന്തമായി പൈസ മുടക്കി പോസ്റ്റിൽ സുവിശേഷത്തിന്റെ ലഘുലേഖകൾ വിതരണം ചെയ്തു. ആയിരക്കണക്കിന് ഭവനങ്ങളിൽ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് യേശുക്രിസ്തുവിന്റെ സുവിശേഷം കൊടുക്കുന്ന ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന ഒരു ചെറിയ സുവിശേഷ വേല അദ്ദേഹം ചെയ്തു. എല്ലാ ഭവനങ്ങളിലും സുവിശേഷം എത്തുകയാണ്. കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഭവനത്തിലും പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് സുവിശേഷം എത്തിച്ചു. ഇവൻ ഈ കവർ തുറന്ന് കിട്ടിയ ചെറിയ ഒരു ലെറ്ററാണ്, ലഘുലേഖ. അത് വായിച്ചു. പക്ഷേ തന്റെ ഭാര്യയുടെ പ്രാർത്ഥന, 2.5 വർഷത്തെ പ്രാർത്ഥന സ്വർഗം ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെയായിരുന്നു. കാരണം ഈ ഭാര്യയുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥന, നിന്റെ കണ്ണുനീർ എന്റെ കുപ്പികളിൽ ശേഖരിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞ ദൈവം ആ സമയത്ത് ഈ കണ്ണുനീരിന് മറുപടി കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഈ മകന്റെ മേൽ അയക്കുകയാണ്. ഈ ലഘുലേഖ വായിക്കുമ്പോൾ യേശുവിന്റെ സ്നേഹം അവനെ പിടികൂടി. അവൻ ഹൃദയത്തിൽ ആഴമായിട്ട് പശ്ചാത്തപിച്ചു. അവന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ അവൻ യേശുവിന് തുറന്നു കൊടുത്തു. അന്ന് രാത്രിയിൽ അവൻ ഭാര്യയോട് തന്റെ പഴയ ജീവിതം മുഴുവൻ അവൻ തുറന്നു വെച്ചു. നിനക്ക് വേണമെങ്കിൽ എന്നെ ഉപേക്ഷിക്കാം, ഞാൻ ബാങ്ക് കൊള്ളയടിച്ച കൊള്ളക്കാരനാണ്. അവൾ പറഞ്ഞു, ഇല്ല, താങ്കൾ എന്റെ ഭർത്താവാണ്, മാത്രമല്ല താങ്കൾ ഇന്നൊരു പുതിയ സൃഷ്ടിയാണ്. യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. ഈ ചെറുപ്പക്കാരൻ പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരോട് പറഞ്ഞു, സാർ, നിങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങൾ ക്ലോസ് ചെയ്ത് കളഞ്ഞ ബാങ്ക് കൊള്ളയടി കേസിലെ പ്രധാന പ്രതി ഞാനാണ്. എന്റെ കയ്യിൽ $ഇത്ര ലക്ഷം ഞാൻ ഒരു സ്ഥലത്ത് കുഴിച്ചു വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ പെട്ടികളിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കത് എടുക്കാം, നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം, ഇതാ എന്നെ അറസ്റ്റ് ചെയ്താലും. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പക്ഷേ കോടതിയിൽ കേസ് വന്നപ്പോൾ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് നിറവേറിയത്. ഒരിക്കലും പോലീസിന് പിടിക്കാൻ പറ്റാതെ എഴുതിത്തള്ളിയ കേസിൽ യേശുക്രിസ്തു ഹൃദയത്തിൽ വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ പഴയകാല ജീവിതത്തെ ഉപേക്ഷിക്കുകയും കൊള്ളയടിച്ച മുഴുവൻ തുകയും കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച ഈ ചെറുപ്പക്കാരന്റെ മാനസാന്തരത്തിന്റെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ അമേരിക്കൻ കോടതിയിലെ ജഡ്ജി അദ്ദേഹത്തെ ശിക്ഷിക്കാതെ വിടുകയുണ്ടായി. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ ന്യൂസ് ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസ് കാണാറുണ്ട്. പെട്ടെന്ന് കിട്ടുന്ന ന്യൂസുകൾ അവർ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കാണിക്കാറില്ലേ? ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ടെലിവിഷനുകളിൽ ഫ്ലാഷ് ന്യൂസായി കാണിച്ചു. ബാങ്ക് കൊള്ളയടിച്ച കൊള്ളക്കാരൻ യേശു ക്രിസ്തുവിന് ഹൃദയം തുറന്നു കൊടുത്തു, അവൻ മാനസാന്തരപ്പെട്ടു, അവനെ കോടതി നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനേകരുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ ഒരു മാനസാന്തര കഥയാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അതേ, പാപത്തിൽ തുടരുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ, നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ പെട്ട വ്യക്തിയായാലും, യേശു മുട്ടിവിളിച്ചുകൊണ്ട് പറയുന്നു, ഇതാ നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിങ്കൽ ഞാൻ മുട്ടിവിളിക്കുന്നു, നീ വാതിൽ തുറന്ന് തന്നാൽ ഞാൻ നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. രണ്ടാമതായി, യേശു ഹൃദയത്തിൽ വന്ന വ്യക്തികളുടെ ഹൃദയത്തിലും യേശു മുട്ടിവിളിക്കുന്നു. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, കൂട്ടായ്മ ആചരിക്കാൻ വേണ്ടി. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ഞാൻ ഉറങ്ങി, എന്നാൽ എന്റെ ഹൃദയം ഉണർന്നിരുന്നു, അതാ എന്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന മക്കളാണെങ്കിൽ, ഞാൻ വിശ്വസിച്ചു, ഇനി എനിക്ക് ചുമ്മാ അങ്ങോട്ട് ജീവിക്കാമെന്ന് ആരും വിചാരിക്കരുത്. പകരം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഫെലോഷിപ്പ്. ദൈവം നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂട്ടായ്മ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ യോഹന്നാൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും അവിടുത്തെ പിതാവായ ദൈവത്തോടും ആണ്. ദൈവവുമായിട്ടൊരു കൂട്ടായ്മയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഇപ്പോൾ ഭൂമിയിലാക്കിയിരിക്കുന്നത്. യേശു ഹൃദയത്തിന്റെ കവാടത്തിങ്കൽ മുട്ടിവിളിക്കുന്നു. ഒരിക്കൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. ഞാനൊരിക്കൽ ഒരു ചെറുപ്പക്കാരനും പരിചയപ്പെട്ടു. അവനൊരു പള്ളിയിലെ പാട്ടുകാരനാണ്. ഏതാണ്ട് വർഷങ്ങളായിട്ട് ഒരു പള്ളിയിലെ പാട്ടുകാരൻ. ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് സുവിശേഷം പറയാൻ പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അവനെ കണ്ടപ്പോൾ, അവന്റെ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി. ഞാൻ ചോദിച്ചു, മോനെ നീ പള്ളിയിലെ പാട്ടുകാരനല്ലേ? അതെ ചേട്ടാ. ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ടോ? അവൻ പറഞ്ഞു, ഡോക്ടറെ, അങ്ങനെ ഒരു സാധനം കഴിഞ്ഞ 9 കൊല്ലമായിട്ട് എന്റെ ജീവിതത്തിൽ ഇല്ല. 9 കൊല്ലമായിട്ട് വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലാത്ത ഇവൻ വന്ന് ഞായറാഴ്ച കുർബാനയ്ക്ക് എന്ത് പാട്ട് പാടിയാണ് ആൾക്കാരുടെ പുറത്ത് അഭിഷേകം ഇറക്കാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, അവനതൊരു പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുകയാണ്. ഒരു ശുശ്രൂഷയായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കാതെ അവന് നല്ല സ്വരമുള്ളത് കൊണ്ട്, നല്ല മൈക്രോഫോൺ പള്ളിയിലുണ്ട്, നല്ല മിക്സർ ഉണ്ട്, നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട്, അവൻ അതിന്റെ അകത്ത് കൂടെ തകർത്തു വിടുകയാണ്. പക്ഷേ ആരുടെയും ഹൃദയങ്ങളിൽ അത് സ്പർശിക്കുന്നില്ല. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോവുക. പാട്ട് കൊള്ളാമെന്ന് മാത്രം ആളുകൾ പറയുന്നു, അതാരെയും സ്പർശിക്കുന്നില്ല.
നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്ന സമയത്ത് നമ്മളുമായി കൂട്ടായ്മ ആചരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ പോയപ്പോൾ ദൈവം സ്വർഗത്ത് ഇരിക്കപ്പുറതി കിട്ടാതെ അവരുടെ കൂടെ നടന്നു. പ്രിയപ്പെട്ടവരെ, പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നി തൂണായും ദൈവം അവരുടെ കൈക്ക് പിടിച്ച് നടന്നു. ഒരിക്കൽ പോലും ഒരു ആലയം പണിയണമെന്ന് ദൈവം അവരോട് ആവശ്യപ്പെട്ടില്ല. കാരണം എന്താ നിങ്ങൾക്കറിയാമോ? ആലയം മരുഭൂമിയിൽ പണിഞ്ഞാൽ തന്റെ ജനം മരുഭൂമിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ താൻ ആലയത്തിന്റെ അകത്തിരിക്കും, ജനങ്ങൾ മുന്നോട്ടും പോകും. തനിക്ക് അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ പറ്റുകയില്ല എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം ആലയം പണിയുന്നതിനെ പറ്റി ഒരിക്കൽ പോലും സംസാരിച്ചില്ല. പകരം അവരുടെ കൂടെ നടന്നു. പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നി തൂണായും ദൈവം അവരുടെ കൂടെ നടന്നു. നമ്മളോട് കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിച്ച ദൈവം കാനാൻ ദേശത്ത് ജനങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ദാവീദിനോട് തന്റെ ഹൃദയത്തിന്റെ അഭിലാഷം പങ്കുവയ്ക്കുകയാണ്. മോനെ ദാവീദേ, കഴിഞ്ഞ 40 വർഷക്കാലം ഞാൻ എനിക്കൊരാലയം പണിയണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം നിങ്ങളും മരുഭൂമിയിൽ യാത്രയിലായിരുന്നു, ഞാനും നിങ്ങളുടെ കൂടെ യാത്രയിലായിരുന്നു. നിങ്ങൾ യാത്ര ചെയ്താൽ ഞാൻ യാത്ര ചെയ്തും, നിങ്ങൾ താമസം ഉറപ്പിച്ചാൽ ഞാനും നിങ്ങളുടെ കൂടെ താമസം ഉറപ്പിക്കും. നിങ്ങളെ ഇട്ടിട്ട് എനിക്കൊരു ജീവിതമില്ല. ദൈവം പറയാണ്, എനിക്ക് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹം. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയുമോ? പ്രിയപ്പെട്ടവരെ, ദാവീദ് എല്ലാ സാമഗ്രികളും സംഭരിച്ചു. സോളമൻ ദൈവഹിതപ്രകാരം ആലയം പണിയുകയും ചെയ്തു. എങ്കിലും കാലം മുന്നോട്ട് പോയപ്പോൾ പുതിയ നിയമത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, എന്നും ദേവാലയത്തിൽ മാത്രം വന്ന് കൂട്ടായ്മ ആചരിച്ച പോരാ, 24 മണിക്കൂറും എനിക്ക് നിങ്ങളോടുകൂടെ കൂട്ടായ്മ ആചരിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വന്ന് താമസിച്ചിട്ട് നിങ്ങളെ ഞാൻ ആലയമാക്കാൻ പോവുകയാണ്. അപ്പോൾ 24 മണിക്കൂർ നിങ്ങൾക്ക് കൂട്ടായ്മ ആചരിക്കാമല്ലോ. ഒരിക്കൽ ബൈബിൾ വായിക്കുന്ന സമയത്ത് വീട്ടിലിരുന്ന് ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നെ ഹൃദയത്തിൽ ആഴമായിട്ട് സ്പർശിച്ചൊരു കാര്യം, യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരിക്കുക. ഞാൻ അന്നേരം ഈശോയോട് ചോദിച്ചു, ഈശോയെ, യോഹന്നാൻ എന്തൊരു ഭാഗ്യവാനാണ്, അങ്ങയുടെ മാറോട് ചേർന്നിരിക്കാൻ പറ്റിയില്ലേ? ഈശോ എനിക്ക് തന്ന ഉത്തരം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഉത്തരം ഇതാണ്, യോഹന്നാൻ കുറച്ചു നേരത്തേക്ക് മാത്രമേ എന്റെ മാറോട് ചേർന്നിരുന്നുള്ളൂ. മകനെ ജോണേ, നിനക്ക് വേണമെങ്കിൽ 24 മണിക്കൂറും എന്റെ മാറോട് ചേർന്നിരിക്കാൻ പറ്റും. ഞാൻ അതിനുവേണ്ടിയാണ് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് വന്ന് താമസം ഉറപ്പിക്കുന്നത്. ഇമ്മാനുവേൽ എന്നാണ് എന്റെ പേര്. ദൈവം നമ്മോട് കൂടെ. രാവും പകലും നിന്റെ കൂടെ താമസിക്കാനാണ്, നീയുമായിട്ട് കൂട്ടായ്മ ആചരിക്കാനാണ് ഞാൻ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നത്. നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. നമ്മുടെ ഉള്ളിൽ യേശു 24 മണിക്കൂറുമുണ്ട്. നമുക്ക് അവനോടുകൂടെ കൂട്ടായ്മ ആചരിക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ദാവീദ്. 84-ാം സങ്കീർത്തനത്തിന്റെ 10-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, 1000 ദിവസങ്ങൾ അന്യഭവനത്തിൽ കഴിയുന്നതിനേക്കാൾ ഒരു ദിവസം അങ്ങയുടെ കൂടെ ആയിരിക്കാൻ, അങ്ങയുടെ ആലയത്തിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വസിക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ കാവൽക്കാരനാകാൻ, വാതിൽ കാവൽക്കാരനാകാനാണ്, വാച്ച്മാൻ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് നമ്മളോട് കൂട്ടായ്മ വേണമെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. അതുകൊണ്ട് ദാവീദും അത് ആഗ്രഹിച്ചു. ദൈവമേ, നീയുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കായി ഞാൻ കൊതിക്കുന്നു. ഒരു ലോകപ്രശസ്ത സുവിശേഷകൻ, അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത് ഇതാണ്. അദ്ദേഹം പ്രഭാതത്തിൽ 4 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെ പ്രാർത്ഥിച്ചു. 6 മണിക്ക് അദ്ദേഹം പ്രാർത്ഥന നിർത്തി എഴുന്നേൽക്കാൻ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടു, മോനെ പ്ലീസ് എഴുന്നേക്കരുത്, 10 മിനിറ്റ് കൂടെ ഇരിക്കൂ, 10 മിനിറ്റ് കൂടെ ഇരിക്കൂ മോനെ, 10 മിനിറ്റ് കൂടെ എന്റെ കൂടെ ഇരിക്കൂ. നീയുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു, എഴുന്നേറ്റ് പോകരുത് പ്ലീസ്. ലോകം മുഴുവൻ അത്ഭുതകരമായ ശുശ്രൂഷ ചെയ്യുന്ന ഈ വലിയ ദൈവദാസൻ, അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ദൈവമേ, ഇത്രയ്ക്ക് വലിയവനായ നീ 2 മണിക്കൂർ ഞാൻ ഇരുന്നിട്ടും നിനക്ക് കൊതി തീരുന്നില്ലേ? ഇനി 10 മിനിറ്റ് കൂടെ നീ എന്നെ വിട്ടു പോകരുത് പ്ലീസ്, നീ എഴുന്നേൽക്കരുത്. ഇതാണ് നമ്മുടെ ദൈവം. കോടിക്കണക്കിന് ദൂതന്മാർ ഹല്ലേലൂയ മുഴക്കി ദൈവത്തിൽ ആരാധന മുഴക്കുമ്പോഴും, സ്വർഗം ഇടിനാദം മുഴക്കി ഹല്ലേലൂയ മുഴക്കുമ്പോഴും, ഭൂമിയിലുള്ള ഒരു മനുഷ്യനുമായി കൂട്ടായ്മ ആചരിക്കാൻ കൊതിക്കുന്ന ദൈവം, ദൈവമേ, അങ്ങേക്ക് സ്വർഗത്തിലെ മാലാഖമാരുടെ കൂട്ടായ്മ പോരെ? ദൈവം പറയും, ഇല്ല മക്കളെ, ഇല്ല, മാലാഖമാർ എന്റെ മക്കളല്ല, അവരെന്റെ സൃഷ്ടികളാണ്. എന്നാൽ നിങ്ങൾ എന്റെ മക്കളാണ്, എന്റെ പൊന്നുമക്കൾ. 1 യോഹന്നാൻ 3:1. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. അതേ പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കിയ മറ്റൊരു വ്യക്തിയായിരുന്നു
ഹെനോക്ക്. ആദവും ഹവ്വയും ജീവിച്ചിരുന്ന കാലത്ത് ഹെനോക്ക് ഉണ്ടായിരുന്നു. ഹെനോക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു. വൈകുന്നേരം വെയിലാറുന്ന സമയത്ത് ആ വല്യപ്പച്ചന്റെയും വല്യപ്പച്ചയുടെയും കൈക്ക് പിടിച്ച് ഉമ്മ കൊടുക്കാൻ വരുന്ന ദൈവം, ആ ദൈവത്തെക്കുറിച്ച് ചെറുമകനായ ഹെനോക്ക് വല്യപ്പച്ചനായ ആദത്തിൽ നിന്നും ഹവ്വയിൽ നിന്നും കേട്ടു. അവനൊരു തീരുമാനമെടുത്തു, ഇങ്ങനെ കൂട്ടായ്മ ആചരിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് വേണം, എനിക്ക് ആ ദൈവത്തെ സ്വന്തമാക്കണം. ദൈവത്തോടുകൂടെ ഹെനോക്ക് നടന്നു നടന്ന് 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 വലിയ കൂട്ടായി. ഒരു ദിവസം രണ്ടുപേരും കൂടെ നടക്കാനിറങ്ങി. കുറെ സമയം നടന്നപ്പോൾ ദൈവം പറഞ്ഞു, മോനെ ഹെനോക്കെ, ഇനി നിന്റെ വീട്ടിലേക്കുള്ള ദൂരം ഒത്തിരി ദൂരമാണ്. എന്റെ വീട്ടിലേക്കുള്ള ദൂരം അത്രയ്ക്കില്ല. നിന്റെ വീട്ടിൽ പോകാൻ ഇനി ഒരുപാട് നേരമെടുക്കും. എന്നാൽ എന്റെ വീട്ടിൽ പോകാൻ കുറച്ച് പോയാ മതി. എന്താ പോരുന്നോ? എന്താ പോരുന്നോ? നിന്റെ വീട്ടിലേക്ക് പോകാൻ ഒത്തിരി ദൂരമുണ്ട്. എന്റെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് നടന്നാ മതി. പോരുന്നോ? ഹെനോക്ക് പറഞ്ഞു, ഞാൻ പോരുന്നു, ഞാൻ പോരുന്നു. ദൈവം അവനെ എടുത്തു. മരണം കാണാതെ അവൻ സംവഹിക്കപ്പെട്ടു. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നു, വിശ്വാസം മൂലം ഹെനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ മരണം കാണാതെ സംവഹിക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോടുകൂടെ കൂട്ടായ്മ ആചരിക്കുന്നവരെ വിഡ്ഢികളെന്ന് വിളിച്ചാലും ലോകം അവരെ പരിഹസിച്ചാലും അവരെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. 1 സാമുവേൽ 1:31, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നാം ദൈവത്തെ ബഹുമാനിക്കുകയും അവനോടുകൂടെ കൂട്ടായ്മ ആചരിക്കുകയും വേണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവം അവനോടുകൂടെ നടന്നു. പാപം മൂലം ലോകത്തെ മുഴുവൻ പ്രളയം കൊണ്ട് നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നോടുകൂടെ കൂട്ടായ്മ ആചരിക്കുന്ന മകനെ ദൈവത്തിന് മറന്നുകളയാൻ സാധിച്ചില്ല. ഒരു പേടകമുണ്ടാക്കി ഈ മകനെയും കുടുംബത്തെയും ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിക്കുകയാണ്. കാലം മുന്നോട്ട് പോകുമ്പോൾ, തലമുറ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏശയ്യായെ കാണുന്നു, ജെറമിയായെ കാണുന്നു, ഏലിയായെ കാണുന്നു, ഏലീഷായെ കാണുന്നു, പത്രോസിനെ കാണുന്നു, പൗലോസിനെ കാണുന്നു. ഇതാ ഞാനും നിങ്ങളും ഈ തലമുറയിൽ ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. യേശുവിനോട് വളരെയധികം കൂട്ടായ്മ ആചരിക്കുകയും പരിശുദ്ധ മറിയത്തിന്റെ കൈക്ക് പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു വൈദികന്റെ സംഭവം അദ്ദേഹം ഒരിക്കലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു. നല്ല ഇടിവെട്ടും മഴയുമുള്ള ഒരു ജൂലൈ മാസത്തിൽ മലമ്പ്രദേശത്തൂടെ അദ്ദേഹം ബൈക്കിൽ പോവുകയാണ്. വഴി നല്ല നിശ്ചയമുണ്ട്, പക്ഷേ മഴ കടുത്തു, ഇടിവെട്ടുന്നു, മഴ പെയ്യുന്നു, കണ്ണ് കാണാൻ പറ്റുന്നില്ല. അദ്ദേഹം തന്റെ താമസ സ്ഥലത്തേക്ക് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയാണ്. രാത്രി ഒരു 12:30-1 മണി സമയം, പാതിരാത്രിയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ തൂവെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നിൽക്കുന്നു. ആ സ്ത്രീ അവിടെ നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന് ബൈക്ക് ചവിട്ടി നടുക്ക് വഴി തടഞ്ഞു നിൽക്കുകയാണ്. ബൈക്ക് അദ്ദേഹം ബ്രേക്ക് ചെയ്ത് അവിടെ നിർത്തിയതും ആ സ്ത്രീയെ കാണുന്നില്ല. അദ്ദേഹം മുൻപിലോട്ട് നോക്കിയപ്പോൾ വലിയൊരു കൊക്കയാണ്. 1 മിനിറ്റ് കൂടെ ബൈക്ക് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ വലിയ കൊക്കയിലേക്ക് തലകുത്തി മറിഞ്ഞ് ആ വൈദികൻ അന്ന് തവിടുപൊടിയായി തീരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ബൈക്ക് ഓടിക്കുന്ന സമയത്ത് പോലും ജപമാല കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ലെന്നറിയാം. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എണ്ണം തെറ്റിയാലും ജപമാല ചൊല്ലിക്കൊണ്ട് മാത്രം ഈ ബൈക്ക് ഓടിക്കുന്ന ഈ വിശുദ്ധനായ വൈദികന് വേണ്ടി മഴ പെയ്യുന്ന ഇടിപെട്ടുള്ള രാത്രിയിൽ കൊക്കയുടെ ചെരുവിൽ ദൈവം യേശു തന്റെ പരിശുദ്ധ അമ്മയെ ഇതാ കാവലായി വിട്ടുകൊടുക്കുകയാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ കവാടത്തിങ്കൽ മുട്ടുന്നു, നമ്മളുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ. മൂന്നാമതായി, ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ കവാടത്തിങ്കൽ മുട്ടുന്നു. എന്തിനു വേണ്ടാന്ന് നിങ്ങൾക്കറിയാമോ? പ്രതിഫലം തരുന്നതിന് വേണ്ടി, നമുക്ക് സമ്മാനം തരുന്നതിന് വേണ്ടി ഹൃദയത്തിന്റെ കവാടത്തിങ്കൽ മുട്ടുന്നുണ്ട്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാം തിരുവചനം, ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനം എന്റെ കയ്യിലുണ്ട്, ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം തരാൻ ഞാൻ വേഗം വരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു ഡോക്ടറായി ഞാൻ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ്. അന്ന് ഇടദിവസം ഞാനൊരു കാഴ്ച കണ്ടു. ഒരു പാവപ്പെട്ട രോഗിക്ക് രോഗം കൂടി മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർമാർ റെഫർ ചെയ്തു. പക്ഷേ ആശുപത്രിയിലെ ബില്ല് വർഷങ്ങൾക്ക് മുമ്പാണ്. 1994-93 കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. 4500 രൂപ ബില്ല് അടയ്ക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ജീസസ് യൂത്ത് വഴി യേശുവിനെ അറിഞ്ഞ ഒരു പാവം നേഴ്സ് പെൺകുട്ടി അവൾ ആ വഴിക്ക് കടന്നു വന്നു. അവൾ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന പാവപ്പെട്ട ഒരു നേഴ്സായിരുന്നു. അവൾക്ക് മാതാപിതാക്കൾ ആകെ കൊടുത്തത് ഒരു വളയാണ്, ഒരു 3 പവന്റെ വള. വേറെ ഒന്നും അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് അവൾ കയ്യിൽ അണിഞ്ഞുകൊണ്ട് നടന്നു. അവൾ ഇവരുടെ കരച്ചിൽ കണ്ട് ചോദിച്ചു, അപ്പച്ച അമ്മച്ചി
അമ്മച്ചി എന്തു പറ്റി? 4500 രൂപ ഇല്ല മോളെ, മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റുന്നില്ല. അവളുടെ കയ്യിൽ കിടന്ന വള ഊരി ക്യാഷ് കൗണ്ടറിലേക്ക് വച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ വള എവിടെ ഇരുന്നോട്ടെ, രോഗിയെ വിട്ടേക്കൂ. അവൾക്കൊരു കാര്യം അറിയാമായിരുന്നു, ഈ പൈസ അവൾ ഇനി എന്തെങ്കിലും തിരിച്ചു കൊടുത്താൽ മാത്രമേ ഈ വള തനിക്ക് തിരിച്ചു കിട്ടൂ. രോഗിയും കൂടെ ഉണ്ടായിരുന്നവരും നന്ദി പറഞ്ഞു പോയി. അവൾക്ക് അവളുടെ വള നഷ്ടപ്പെട്ടു. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവൾ ആ കൗണ്ടറിൽ ആ വള വെച്ചിട്ട് പോകുമ്പോൾ ദൈവം അവളെ മറന്നു കളഞ്ഞില്ല. കാരണം കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, ഓരോരുത്തർക്കും പ്രതിഫലം നൽകാൻ ഞാൻ വേഗം വരുന്നുവെന്ന്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർ ഈ രംഗം കണ്ടുകൊണ്ട് കടന്നു വരികയാണ്. കുവൈറ്റിൽ അപ്പനും അമ്മയുമായിരുന്ന അതീവ സമ്പന്ന കുടുംബത്തിലെ സുന്ദരനും സൽസ്വഭാവിയുമായ ഡോക്ടർ. ആ ഡോക്ടർ ഈ രംഗം കണ്ടിട്ട് കാണാത്തതുപോലെ നടന്നു. അന്ന് ഉച്ചയ്ക്ക് അവൻ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ജോൺ, ഞാൻ ഇന്ന് യേശുവിനെ കണ്ടു. ജോൺ, ഞാൻ ഇന്ന് യേശുവിനെ കണ്ടു. യേശു ആണല്ല, പെണ്ണാണ് കേട്ടോ. യേശു ആണല്ല, യേശു പെണ്ണാണ്. ഞാൻ ചോദിച്ചാൽ നിനക്ക് എന്താ വട്ടുണ്ടോ, യേശു പെണ്ണാണോ? അവൻ പറഞ്ഞു, അതെ, ഞാൻ ഇന്ന് യേശുവിനെ കണ്ടു. ആ, യേശു പെണ്ണാണ്. ഒരു നേഴ്സിന്റെ രൂപത്തിൽ ഞാൻ യേശുവിനെ കണ്ടു. പാവപ്പെട്ടവൾ, അവൾക്കാകെ ഉണ്ടായിരുന്ന 3 പവന്റെ വള അവൾ ഊരി വെച്ചു കൊടുത്തു. ഒരു രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞ് ജീവൻ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, അവനന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് അവന്റെ അപ്പനോടും അമ്മയോടും ഒരു കാര്യം പറഞ്ഞു, അപ്പച്ച, അമ്മച്ചി, നമുക്ക് ഇട്ടുമൂടാനുള്ള സമ്പത്തുണ്ട്. എനിക്ക് വേണ്ടത് സൽസ്വഭാവിയായ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവൾ ജോലി ചെയ്യേണ്ട കാര്യം പോലുമില്ല, അവൾ വീട്ടിലിരുന്നോട്ടെ. പിറ്റേ ദിവസം വൈകുന്നേരം അവൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒറ്റ മുറിയുള്ള കൊച്ചു ഭവനം, ഒരു കുഞ്ഞു കുടിലിന്റെ അത്രയുമുള്ള ഭവനത്തിന്റെ മുമ്പിൽ വിലക്കൂടിയ ബെൻസ് കാർ വന്ന് നിന്നു. അതിന്റെ അകത്തുനിന്ന് അപ്പനും അമ്മയും ഇറങ്ങി. ഡോക്ടർ പുറകെയും. ഈ പെൺകുട്ടി ഞെട്ടിവിറച്ചു. തനിക്കെന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ? ഞെട്ടിവിറയ്ക്കുമ്പോൾ ഡോക്ടർ കയറി വന്നു. മാതാപിതാക്കളോട് ഡോക്ടറിന്റെ അപ്പനും അമ്മയും പറഞ്ഞു, നിങ്ങളുടെ മകളെ ഞങ്ങളുടെ മകളായി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട്. നിങ്ങളതിന് തയ്യാറാണോ? കേട്ടത് വിശ്വസിക്കാൻ സാധിക്കാതെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആ കുടുംബം നിൽക്കുകയാണ്. കഥ ഞാൻ ചുരുക്കി പറയാം. അവൻ അവളെ കല്യാണം കഴിച്ചു. ഡോക്ടറിന്റെ ഈ നല്ല മാതാപിതാക്കൾ ആ പാവപ്പെട്ട പെൺകുട്ടിയെ മകളായി സ്വീകരിച്ചു. അവർക്കിന്ന് 2 മക്കളുണ്ട്. അവൾ ജോലി ചെയ്യുന്നില്ല. ദൈവരാജ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനം അവര് പണിയുന്നു. മക്കളെ യേശുവിൽ വളർത്തിയെടുക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ആരും കാണാതിരിക്കുമ്പോഴും വള ഊരി കൗണ്ടറിൽ വെച്ച് കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത് കണ്ടു കേട്ടോ. ആരും അത് കണ്ടില്ലെങ്കിലും ദൈവത്തിന്റെ കണ്ണുകൾ അത് കാണുക തന്നെ ചെയ്തു. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തർക്കും പ്രതിഫലം നൽകാൻ. പ്രതിഫലം എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ നാഥൻ അവൾക്ക് പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്തു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇന്നുവരെ ഞാൻ ചെയ്ത പ്രവൃത്തികൾക്ക് ആരും ഒരു താങ്ക് യു പറഞ്ഞിട്ടില്ല, നന്ദി പറഞ്ഞിട്ടില്ല, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണുക. ദൈവം നിങ്ങളെ നോക്കി താങ്ക് യു മാത്രമല്ല പറയാൻ പോകുന്നത്, ഇതാ പ്രതിഫലം എന്റെ കയ്യിലുണ്ട്. ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് സമ്മാനം തരാൻ ഞാൻ വേഗം വരുന്നു. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമുക്ക് പ്രതിഫലം തരും. അതൊരു ചെറിയ പ്രതിഫലമല്ല, അതൊരു വലിയ പ്രതിഫലമായിരിക്കും. സകലതിനും പ്രതിഫലമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാതിരുന്ന കൊച്ചു ഡോക്ടർ ജോൺ, എനിക്ക് ആകെ അറിയാവുന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ. ഞാൻ നായ്ക്കമ്പറമ്പലച്ചനും പനക്കലച്ചനും വർക്കിയച്ചനും ശാലോമിനും വേണ്ടി ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന് ആരും കാണാതെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യും. പ്രസംഗിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ. അന്ന് അനേക വർഷങ്ങൾ ഞാൻ ആരും കാണാതെ ദൈവം അന്ന് സഭയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ബെന്നി പുന്നത്തല ബ്രദറിന് വേണ്ടി, സ്റ്റെല്ല ചേച്ചിക്ക് വേണ്ടി, ശാലോം ടീമിന് വേണ്ടി, പോട്ട ടീമിന് വേണ്ടി, നായ്ക്കമ്പറമ്പലച്ചൻ, മഞ്ഞക്കലച്ചൻ, എനിക്കറിയാവുന്ന എല്ലാ പ്രഘോഷകർക്കും വേണ്ടി അനേക വർഷങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു. ഞാനൊരു കൊച്ചു കൂട്ടായ്മയിൽ പോകുന്നുണ്ടായിരുന്നു. എനിക്കവിടെ ഒരു ശുശ്രൂഷയും ഇല്ലായിരുന്നു. ഒരു ദിവസം കൂട്ടായ്മ നയിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് തൊണ്ടവേദന വന്നു. 4 ലീഡർമാരുണ്ട്, 4 പേർക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. അവരെന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഇന്ന് ഡോക്ടർ എന്തെങ്കിലും പ്രസംഗിച്ചേ പറ്റൂ, കാര്യം ഞങ്ങൾക്ക് ശബ്ദമില്ല. ആദ്യമായിട്ട് മൈക്ക് എന്റെ കയ്യിൽ തന്നു. ഞാൻ മൈക്രോഫോൺ കയ്യിലെടുക്കുകയാണ് ജീവിതത്തിൽ ആദ്യമായി പ്രസംഗിക്കാൻ. ദൈവത്തിന്റെ അഭിഷേകം അന്ന് എന്റെ മേൽ വന്നു. അനേക വർഷങ്ങൾക്കും 1996 പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ബർത്തമ്യൂസിന് ഈശോ സുഖപ്പെടുത്തുന്നതാണ് ഞാൻ ആദ്യം പ്രസംഗിച്ചത്. ദൈവം എനിക്ക് ദാനമായിട്ട് അവിടെ വെച്ച് തന്നതാണ് പ്രസംഗിക്കാൻ ദൈവം തന്ന ഗിഫ്റ്റ്. ഞാൻ ഓർക്കുകയാണ്, നേരത്തെ സ്കൂളുകളിൽ പ്രസംഗിച്ച് എനിക്ക് സമ്മാനം കിട്ടിയിട്ടില്ല. സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയാം, അനേക നാളുകൾ ആരും അറിയാതെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് കരഞ്ഞ് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന വലിയൊരു സമ്മാനമാണ് ഇത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. ദൈവം സകലതിനും പ്രതിഫലം തരുന്ന ദൈവം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, എന്റെ ഹൃദയത്തിന്റെ കവാടത്തെങ്കിൽ അവിടുന്ന് മുട്ടി വിളിക്കുമ്പോൾ ഞാൻ എന്റെ ഹൃദയം തുറന്നു തരുന്നു. അങ്ങുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കും. എന്റെ ജീവിതം മുഴുവൻ അങ്ങയുടെ സ്വന്തമായി തീരട്ടെ. അല്പം പോലും അങ്ങയെ വേദനിപ്പിക്കാതെ അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ
അങ്ങയുടെ അഭിഷേകം എനിക്ക് തരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.